ലോകം ഇപ്പോൾ നിർമ്മിത ബുദ്ധിക്ക് പിന്നാലെയാണ്. AI സാങ്കേതികവിദ്യയിൽ ദിനംപ്രതി ഉണ്ടാകുന്ന കണ്ടെത്തലുകൾ ഓരോ രംഗത്തും വരുത്തുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്. ചൈനയുടെ ഡീപ് സീക്ക് തന്നെയാണ് ഇതിനുദാഹരണം. ഡീപ് സീക്ക് തരംഗത്തിൽ അമേരിക്കയുടെ സാങ്കേതിക വിദ്യയ്ക്ക് പോലും തോൽവി നേരിട്ടിരുന്നു. ഇപ്പോഴിതാ ഡീപ് സീക്കിനെയും വെല്ലുന്ന ഒരു വമ്പൻ എത്തിയിരിക്കുകയാണ്. മാനുസ് എന്നറിയപ്പെടുന്ന AI ഏജന്റിന്റെ ജന്മദേശവും ചൈന തന്നെ. അവതരിപ്പിച്ച ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തരംഗമായിരിക്കുന്ന ഈ സാങ്കേതിക വിദ്യയുടെ പിന്നിൽ എന്താണ്? എന്തുകൊണ്ടാണ് ഇത് മനുഷ്യകുലത്തിന് തന്നെ വെല്ലുവിളിയായേക്കുമെന്ന് വിദഗ്ധർ പറയുന്നത്? മാനുസിനെക്കുറിച്ച് കൂടുതൽ അറിയാം. ആഴ്ചകൾക്ക് മുമ്പെത്തി ടെക് ലോകത്തെ അമ്പരപ്പിച്ച ഡീപ് സീക്കിനും വർഷങ്ങളായി നിലവിലുള്ള ChatGPTക്കും അപ്പുറത്തായിരിക്കാം മാനുസിൻ്റെ പ്രകടനമെന്ന് ഉറപ്പിക്കാം. ചൈനയിലെ മോണിക്ക എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഇതിന് പിന്നിൽ. ഇവർ മാനുസിനെ വിശേഷിപ്പിക്കുന്ന ലോകത്തെ ആദ്യത്തെ ജനറൽ AI ഏജന്റ് എന്നാണ്. എന്താണിതിൻ്റെ അർത്ഥമെന്ന് നോക്കാം. മനുഷ്യനെ പോലെ തന്നെ ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള ശേഷി തന്നെയാണ് ഒന്നാമത്തേത്. ഇത് മാത്രമല്ല, ചെറിയ സമയത്തിനുള്ളിൽ തന്നെ യൂസറിൻ്റെ ആവശ്യങ്ങൾ എന്തെന്നറിഞ്ഞ് മനസ്സിലാക്കി പെരുമാറാനുള്ള കഴിവും മാനുസിനുണ്ട്. പഴയ ചാറ്റ് ബോട്ടുകൾക്ക് ഒന്നിലധികം പ്രോംപ്റ്റുകൾ ആവശ്യമായിരുന്നു. എന്നാൽ മാനുസിന് ഒരു പ്രോംപ്റ്റ് നൽകിയാൽ മതിയാവും. ബാക്കി പണി മാനുസ് തന്നെ ചെയ്തുകൊള്ളും. തുടക്കം മുതൽ അവസാനം വരെ വിഷമം പിടിച്ച ജോലികൾ കൈകാര്യം ചെയ്യാൻ ഇതിലൂടെ സാധിക്കും. ഇനി ഇത് എന്തിനൊക്കെ ഉപയോഗിക്കാമെന്ന് നോക്കാം. സ്റ്റോക്കുകൾ വിശകലനം ചെയ്യാനും വെബ്സൈറ്റുകൾ നിർമ്മിക്കാനും യാത്രകൾ പ്ലാൻ ചെയ്യാനും അതുപോലെ പ്രയാസമുള്ള മറ്റേത് പണികൾക്കും മികച്ചതാണ് മാനുസ്. OpenAIയുടെ ഡീപ്പ് റിസർച്ചിനെ പോലും മറികടക്കുന്ന പെർഫോമൻസാണ് മാനുസിൻ്റേത്. ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച AI ആണ് മാനുസ് എന്ന് യൂസേഴ്സും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. മാനുസ് വെബ്സൈറ്റുകൾ ബ്രൗസ് ചെയ്യുന്നതും ഡേറ്റ ശേഖരിച്ച് എക്സ്ട്രാക്ട് ചെയ്യുന്നതുമായിട്ടുള്ള രീതി വളരെ അമ്പരപ്പിക്കുന്നതാണ്. ബ്രൗസിങ്ങുകൾ, അവയുടെ സ്ക്രീൻഷോട്ടുകൾ, ഫയലുകൾ ക്രിയേറ്റ് ചെയ്യൽ എന്നിവയൊക്കെ ഇതുവഴി വളരെ വേഗത്തിൽ തീർക്കാൻ സാധിക്കുന്നു. വളരെ ടഫായിട്ടുള്ള ഗവേഷണ പ്രക്രിയകൾ പോലും എളുപ്പത്തിൽ ചെയ്തു തീർക്കാൻ ഇതിന് കഴിയുന്നുണ്ട്. എങ്ങോട്ടെങ്കിലുമുള്ള 7 ദിവസം ഒരു ബഡ്ജറ്റ് ടൂർ പ്ലാൻ ചെയ്യണമെന്ന് കരുതുക. അതിനുള്ള ഒരു പ്രോംപ്റ്റ് കൊടുത്താൽ ബാക്കിയെല്ലാം മാനുസ് ചെയ്തുകൊള്ളും. അതായത് വെബ് ബ്രൗസിംഗ്, സ്ക്രീൻഷോട്ടുകൾ, പ്ലാനിൻ്റെ ഏകദേശ ചിത്രം എന്നിവയെല്ലാം അല്പസമയത്തിനുള്ളിൽ ഇത് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ലോകം ഇരു കൈകളും നീട്ടി മാനുസിനെ സ്വീകരിക്കുന്നുണ്ടെങ്കിലും ഇതിനെതിരെ ഒരു കൂട്ടം ഗവേഷകർ രംഗത്ത് വന്നിട്ടുണ്ട്. അവർ പറയുന്നത് മാനുസ് ടെക്നോളജി രംഗത്തിന് വലിയ മുന്നേറ്റമാണെങ്കിലും മനുഷ്യർക്ക് ഇത് വലിയ ഭീഷണിയാകുമെന്നാണ്. സ്വയം ചിന്തിക്കാനും അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനുമുള്ള ഇതിൻ്റെ കഴിവ് മനുഷ്യർക്ക് തന്നെ എതിരായി തീരുമെന്നാണ് ഇവർ പറയുന്നത്. മനുഷ്യരുടെ ഇടനില ആവശ്യമില്ലാതെ തന്നെ പരസ്പരം ആശയവിനിമയം നടത്തുന്ന മാനുസിൻ്റെ രീതി ആപത്തിലേക്ക് നയിക്കുമെന്നും ഇത് AI നിർമ്മിച്ച് ഉപയോഗിക്കുന്ന യജമാന റോളിൽ നിന്ന് മനുഷ്യരെ തഴന്താഴ്ത്തിയേക്കാമെന്നും ഈ ഗവേഷകർ ആശങ്കപ്പെടുന്നു. അതിനാൽ മാനുസ് പോലുള്ള ഏജന്റുകളെ നിരോധിക്കണമെന്ന ആവശ്യം ഉയർന്നിരിക്കുകയാണ്. എന്തായാലും ടെക് ലോകത്തിന് ഒരു വലിയ ചുവടുവെപ്പ് തന്നെയാണ് മാനുസിൻ്റെ ജനനം. എന്നിരുന്നാലും IT മേഖലയിലെ തൊഴിലവസരങ്ങളിൽ ഇത് സൃഷ്ടിച്ചേക്കാവുന്ന ഇമ്പാക്റ്റ് എത്രയാണെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ഇതുപോലെ രസകരവും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.